ഹലോ, വെൽക്കം ബാക്ക്. ഞാനിപ്പോൾ വർക്കല ശിവഗിരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മാസവും വർക്കല ശിവഗിരിയിൽ പോവുകയും അവിടെ ഗുരുപൂജ നടത്തുകയും ചെയ്യാറുണ്ട്. ഗുരുപ്രസാദമൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ചു വരാറ്. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ കൂടെ മോനും ഉണ്ട്. മോനും ഞാനും കൂടെ എത്തിയപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി. അതുകൊണ്ട് ഞങ്ങൾ കാറും കൊണ്ടങ്ങ് സമാധിയിലേക്ക് പോവുകയാണ്. ചില ദിവസങ്ങളിൽ സമാധിയിലേക്ക് നമുക്ക് കാറ് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല, തിരക്കുള്ള ദിവസവും വിശേഷ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ. പക്ഷേ ഇന്ന് അവിടെ ഓപ്പൺ ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് മുകളിലേക്ക് കാറ് കൊണ്ടുപോകാൻ സാധിച്ചു. ഗുരുപൂജ നടത്തുന്നതിന് 80 രൂപയാണ് ഗുരുപൂജ നടത്തുന്നതിന്. ഗുരുപൂജ നടത്തിയതിന് ശേഷം നമുക്ക് പ്രസാദം നമുക്ക് താഴെ പോയി കഴിക്കാവുന്നതാണ്. ഇവിടെ കറക്റ്റ് 11:30-ക്കാണ് ഗുരുപൂജ നടത്താറുള്ളത്. ഞാൻ ശിവഗിരിയിലെ വിശേഷങ്ങൾ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞ് ഒതുക്കാവുന്നതല്ല. ഞാൻ അതിൻ്റെ വീഡിയോസ് ഫുൾ വീഡിയോ ആയിട്ട്, ലോങ് വീഡിയോ ആയിട്ട് ഉടനെ ഇടുന്നതായിരിക്കും. ശിവഗിരിയിലെ ഗുരുപൂജ നടത്തുന്ന രീതികളും അവിടുത്തെ അർച്ചനയും എല്ലാ വഴിപാടുകളുടെയും വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ആയിട്ടൊരു ലോങ് വീഡിയോ ഉടനെ ഇടുന്നതായിരിക്കും. അപ്പോൾ ശിവഗിരിയിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞു. ഒരു സമാധിയിലേക്ക് കയറി. ഇവിടെ നിന്ന് ദാണ്ടാ കാണുന്ന അവിടെ ഓഫീസിൽ നിന്നാണ് 80 രൂപയാണ് ഗുരുപൂജ നടത്തുന്നതിന്. അത് റെസിപ്റ്റ് എഴുതിയിട്ട് സമാധിയിലേക്ക് പോവുകയാണ്. അപ്പം നമ്മളെല്ലാ പ്രാവശ്യം വരുമ്പോഴും ഗുരുപൂജ നടത്തിയിട്ട് ഗുരുപ്രസാദവും കഴിച്ചിട്ടാണ് പോകാറുള്ളത്. ശിവഗിരിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തവും നടന്ന് കാണാനായിട്ട് 2-3 മണിക്കൂർ സമയമെങ്കിലും വേണം. അപ്പോൾ ഒരുപാട് സമയമെടുത്ത് വേണം നമ്മളിതെല്ലാം ഒന്ന് കറങ്ങി കണ്ട് തൊഴാനായിട്ട്. 11:30-ക്ക് പൂജ തുടങ്ങി. 12 മണിയാകാറായപ്പോഴത്തേക്ക് പൂജ കഴിഞ്ഞ്. ഇനി നമ്മൾ താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങി പോകണം. അവിടെ താഴെയാണ് ഗുരുപ്രസാദം ഉള്ളത്. അപ്പോൾ ഇനി ഗുരുപ്രസാദം കഴിക്കാനായിട്ട് താഴോട്ട് പോവുകയാണ്. എല്ലാവർക്കും ഞാനിടുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നെന്ന് കരുതുന്നു. അപ്പം ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.